ഇതെൻ്റെ സാരിയിൽ നിന്ന് മുറിച്ചൊരു വിത്ത് ബ്ലൗസിൻ്റെ ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 70 സെൻറ്റിമീറ്റർ തന്നെയുള്ളൂ അതിന്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു സ്ട്രാപ്പ് ബ്ലൗസ് തയ്ക്കാനാണ്. അപ്പോൾ അത് സ്ലീവ്ലെസ് തയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, സ്ട്രാപ്പായിട്ടുള്ളത്. അപ്പോൾ അത് മോൾക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സൈസ് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ എനിക്കുള്ളതൊന്നും തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ സ്ലീവിനൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ മോൾക്ക് തയ്ക്കാമെന്ന് വെച്ചാൽ മോൾ കുറേ നാളായി പറയണു അങ്ങനെ തയ്ച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ അവൾക്ക് തയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് അവൾക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് സാരി എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലോങ് വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ ഓരോ കാൽക്കുലേഷനും അതിൻ്റെ ഷോൾഡർ അതിൻ്റെ സ്ട്രാപ്പ് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി സ്ട്രാപ്പ് ചെറുതാക്കിയിട്ടാണ് വലുതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറുതാക്കിയുമ്പോൾ കൊടുക്കട്ടോ സ്ട്രാപ്പ്. ഞാനൊരു 1.5 ഇഞ്ചിൽ ഞാൻ സ്ട്രാപ്പ് എടുത്തേക്കാണ്. അപ്പോൾ ഇത് നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്, ഫ്രണ്ട് നെക്ക് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ലൈനിങ്ങിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് മറച്ചിലാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് പാർട്ടിൽ നമ്മൾ സാധാരണ ക്രോസ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. ബാക്കിലേക്ക് ക്യാൻവാസ് ഒന്നും കൊടുക്കില്ല, ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്യണത്. പ്രിൻസസ് കട്ട്, സിമ്പിളായിട്ടുള്ള പ്രിൻസസ് കട്ട്. അപ്പോൾ അത് ചെയ്താൽ മതി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഫിനിഷിംഗ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വളരെ സിമ്പിളാണ് തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തയ്ച്ച് നോക്കാം. പിന്നെ ഇത് മോൾക്കാണ് കേട്ടോ തയ്ച്ചത്. അപ്പോൾ ഇതുവരെ മോള് ഇവിടെ ഇല്ലാത്ത കാരണം ഒന്നും ഇട്ട് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ മോള് വന്നിട്ട് വേണം ഇനി അതൊന്ന് ട്രൈ ചെയ്ത്